ആരെയൊക്കെയോ സമാധാനിപ്പിക്കാനോ അല്ലെങ്കിൽ ആരെയൊക്കെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ജീവിച്ച് തീർക്കുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ നമുക്കും ഈ സക്സസ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അതാണ്. പല കാര്യങ്ങളിലും നമുക്കൊരു നംനെസ് ഫീൽ ചെയ്യും. നമുക്കത് ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുക. വലിയ വലിയ സന്തോഷങ്ങൾ ചിലപ്പോൾ നമ്മൾ നമ്പാക്കി കളയും. ഇതിനേക്കാളും ചെറിയൊരു സന്തോഷമൊക്കെയാണ് നമ്മൾ ഭയങ്കരമായിട്ട് ചിരിക്കുകയും ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരിക്കും. നമ്മൾ ഈ സന്തോഷമുള്ളതുപോലെ തന്നെ ഒരുപാട് മോശം അവസ്ഥകളൊക്കെ ഉണ്ടാകും. നമുക്ക് ഭയങ്കര ഡിപ്രസിങ് ആയിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകും. അപ്പോൾ എന്നതിൻ്റെ മൊയ്തീൻ എന്ന സിനിമ സംഭവിച്ചതിന് ശേഷം ആണ് ഞാനൊന്ന് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുന്നത് തന്നെ. പക്ഷേ എന്നതിൻ്റെ മൊയ്തീൻ ഇറങ്ങുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫ് ഒരു 6-7 മാസം പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമയം ഉണ്ടായിരുന്നു. എപ്പോഴും വിജയിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അതിൻ്റെ ഒരു ത്രില്ല് പോകില്ലേ. ഇടയ്ക്ക് പരാജയങ്ങളും വരും, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കയ്യിലുള്ളതല്ല. പരാജയം വരുമ്പോൾ വിഷമിക്കേണ്ട സമയത്ത് വിഷമിക്കണം, സന്തോഷം വരുമ്പോൾ വിജയം വരുമ്പോൾ സന്തോഷിക്കണം. അതിന് ഇനിയിപ്പോൾ ഇതും പ്രിപ്പയർഡ് ആയിട്ടില്ല, ഞാൻ വിഷമിക്കില്ല എന്ന് പറഞ്ഞിരിക്കാനൊന്നും പറ്റുന്നില്ല. പരാജയങ്ങൾ വരുമ്പോൾ വിഷമം വന്നേക്കാം, അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആ വിഷമം കുറച്ച് സമയം കഴിയുമ്പോൾ അത് മാറി അടുത്ത പരിപാടി എന്താണോ അതിലേക്ക് നമ്മുടെ ആ വിഷമം നമ്മുടെ വർക്കിനെ ബാധിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ സന്തോഷവും നമ്മുടെ വർക്കിനെ ബാധിക്കാൻ പാടില്ല. അപ്പോൾ വിഷമിക്കുന്ന സമയത്ത് വിഷമിക്കാം, സന്തോഷിക്കുന്ന സമയത്ത് സന്തോഷിക്കാം. നമ്മൾ ഫെയിലിയർ എന്ന് വിചാരിക്കുന്നതല്ല യഥാർത്ഥ ഫെയിലിയർ, അതിനേക്കാളും വലിയ ദുരന്തങ്ങളുണ്ട്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ എന്തിനു വെറുക്കുന്നു എന്നുള്ളതാണ്. സ്നേഹിച്ചൂടെ? അതായത് ഒരു കാരണവുമില്ലാതെ ആൾക്കാരെ വെറുത്തു തുടങ്ങിയിട്ടുണ്ട്. ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ വെറുക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ. അപ്പോൾ വെറുക്കുന്നതിന് ഒരു കാരണം വേണ്ടേ? ഇതുവരെ കണ്ടിട്ട് പോലില്ലാത്ത ഒരാളെങ്ങനെ നമുക്ക് വെറുക്കാൻ പറ്റും? അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഒരു കോട്ടുണ്ട്, ഞാൻ ഭയങ്കരമായിട്ട് എപ്പോഴും എടുത്ത് വായിക്കുന്ന ഒന്നാണ്. അതായത് എവറിത്തിങ് വിൽ ബി ഫൈൻ ഇൻ ദ എൻഡ്, ഇഫ് എവറിത്തിങ് ഈസ് നോട്ട് ഫൈൻ ഇറ്റ്സ് നോട്ട് ദ എൻഡ് എന്ന് പറഞ്ഞിട്ട്. എനിക്കറിയാവുന്ന പല വലിയ ആളുകളും യൂസ് ചെയ്യുന്നൊരു ഫിലോസഫി ഇതാണ്. അതായത് നമുക്ക് ഉണ്ടാകുന്ന സക്സസ്സിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഫെയിലിയേഴ്സ് ഭയങ്കര ചെറുതായിരിക്കും. നമുക്കൊരു 100 സക്സസ്സും 2 ഫെയിലിയർ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഈ സക്സസ്സിനെ പറ്റി നമ്മൾ സന്തോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫെയിലിയറിനെ കുറിച്ച് ആലോചിച്ച് നമ്മൾ ഭയങ്കര ഡിപ്രഷനാകും. ശരിക്കും അത് ഭയങ്കര മണ്ടത്തരമല്ലേ അത്? അതായത് 100 ഹാപ്പിനെസ്സും 2 ഫെയിലിയറും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഡിപ്രഷൻ ആവാൻ പാടില്ലല്ലോ. ബാക്കി 98 തന്നെ നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്ന പോലെയല്ലേ അത്? എല്ലാവരായിട്ടും പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ഫെയിലിയർ പോയിന്റിന് മുമ്പത്തെ ഒരു സക്സസ് പോയിന്റായിട്ട് കണക്ട് ചെയ്ത് ചിന്തിച്ച് നോക്കിയാൽ മാത്രം മതി നമുക്ക് ആ ഫെയിലിയറിന് ഓവർകം ചെയ്യാൻ. നമുക്കുണ്ടാകുന്ന സക്സസ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഫെയിലിയറൊക്കെ വളരെ ചെറുതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മറ്റേ കൂട്ടിയും കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സക്സസ് തന്നെയായിരിക്കും കൂടുതൽ. അപ്പോൾ ഹാപ്പി ആയിട്ട് പോവാം.